ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ്. ടു വേ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാൻ ആക്ച്വലി ഇന്നിപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഇൻട്രോ ഇപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം എടുത്തിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. എന്തെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം അത്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുമ്പം ഇന്നത്തെ വീഡിയോ ഇപ്പം ഒത്തിരി അങ്ങ് ലോങ് വീഡിയോ അല്ല, കാരണം നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി. എന്നാലും ഇത് ഒത്തിരി അങ്ങ് ലോങ് വീഡിയോ അല്ല എങ്കിൽ പോലും ഒരു അത്യാവശ്യം നല്ലൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു 2-3 ഡേയ്സിൽ എൻ്റെ കുറച്ച് ഷോർട്സ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒന്നിച്ചാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ തിങ് അത്. പിന്നെ ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഞങ്ങളൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൊട്ടീക്കിൻ്റെ പണിയും അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഇൻറ്റീരിയൽസ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇങ്ങനെ അതിൻ്റെ പുറകിൽ ഓട്ടം, പിന്നെ ലൈസൻസിൻ്റെ പുറകിൽ, അങ്ങനെയുള്ള 1-2 കൂട്ടം കാര്യങ്ങളുടെ പുറകിൽ ഓട്ടം ആയതുകൊണ്ട് നമുക്കറിയാം, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ അറിയാം എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടല്ല. ബിഗിനേഴ്സ് ആകുമ്പോൾ, എസ്പെഷ്യലി ഒരു ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ എത്രത്തോളം അതിൻ്റെ പുറകിൽ ഓടി അതിന് എത്രത്തോളം സ്ട്രഗിൾ എടുക്കുന്നുണ്ടെന്ന് നന്നായിട്ടറിയാം. മീൻസ് നമ്മൾ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്കൊരു വീഡിയോ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റാത്തത്. മെയിൻ തിങ് അതാണ്. പിന്നെ ഇന്ന് അവളില്ല, അവളുടെ വീട്ടിലാണ്, ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ ഇൻട്രോസ് എടുക്കുന്നതൊക്കെ തന്നെ. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കടയുടെ കാര്യങ്ങൾ ഇപ്പോൾ പറയുവാണെങ്കിൽ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ജാനുവരി, ഒരു ഫെബ്രുവരി ആ ഒരു ടൈമിലെങ്കിലും നമുക്ക് ഇനാഗുറേഷൻ നടത്തണം, ആ ഒരു രീതിക്കാണ് നിൽക്കുന്നത്. പിന്നിപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എടുത്ത് പറയാനുള്ളത്, നമുക്കിപ്പം ഒരു 114 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ട് എടുത്ത് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് 114 മെമ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം 100 മെമ്പേഴ്സിനെ കിട്ടിയ സമയത്ത് നമ്മൾ വിചാരിച്ചതാണ് ചെറിയ രീതിക്ക് ഒരു കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ. പിന്നെയും നമ്മൾ ബിഗിനേഴ്സാണ്, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമാണ്. അപ്പം ഞാൻ ഓർത്ത് ഒരു 200 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 200 ഫാമിലി, ഒരു യൂട്യൂബ് ഫാമിലി ആയതിനു ശേഷം നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്ക് വലുതായിട്ട് നമുക്ക് ആളുകളെ അറിയില്ലായിരുന്നു. ഇപ്പം നമ്മളെ നമ്മളിപ്പോൾ 114 പേര് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചും അവളെ സംബന്ധിച്ചും ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അധികം അങ്ങനെ ആർക്കും അറിയില്ല. എന്നാൽ ഒരു 114 പേര് ഇപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഫാമിലിയിൽ നമ്മളെ അറിയുക, ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളത് വീഡിയോ ആയിട്ട് കാണുക, ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഇപ്പോൾ എനിക്ക് എന്ത് കാര്യങ്ങളും നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് അങ്ങനെയാണ്. ഞാൻ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കാം. അത് തന്നെയാണ് നമ്മുടെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ എന്താ പറയുക, നമുക്ക് വേറെ ഇപ്പം പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞായിരിക്കാം ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നും പോകും. പിന്നെ വേറെ എല്ലാം നോർമലായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുക. പിന്നിപ്പം ബാക്കി വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ വീഡിയോസ് ഇട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ഒരു സബ്സ്ക്രൈബറിൽ തുടങ്ങി നമുക്കിപ്പോൾ ഒരു 114 സബ്സ്ക്രൈബേഴ്സായി. സോ ഇനിയും ആ ഒരു സപ്പോർട്ട് ഉണ്ടാകുക. ഈ ഒരു 114 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇനി വരുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാനിതിൽ മെൻഷൻ ചെയ്തേക്കാം, അതിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കമൻറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കുന്നതാണ് മോസ്റ്റ്ലി. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ വേറെ ഒന്നുമില്ല. സോ എന്തായാലും നമുക്ക് വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഇത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നത് ഞാൻ രാവിലെ തന്നെ അപ്പവും കട്ടൻ ചായയുമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്.
എനിക്ക് ഇന്നലെ തന്നെ 1-2 കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അപ്പവും ചമ്മന്തിപ്പൊടിയും കട്ടൻ ചായയും വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവൾ വന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമുള്ള ഫുട്ടേജസാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അടൂരുള്ള ആകൃതി മൾട്ടി സ്പെഷ്യാലിറ്റി എസ്തെറ്റിക് വെൽനെസ് സെൻ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് വരുന്നത് അടൂര് ബൈപ്പാസ് റോഡിൻ്റെ അവിടെ തബാൻ മന്തി, എല്ലാവർക്കും അറിയായിരിക്കും തബാൻ മന്തി, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ആകൃതി എന്ന് പറയുന്നൊരു ക്ലിനിക്ക് വരുന്നത്. സോ ഇതൊരു കോസ്മെറ്റോളജിയാണ് ഫുള്ളി. നമുക്കൊരു സ്കിൻ ഡോക്ടറെ കാണേണ്ട കാര്യമില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ഡോക്ടർ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺസൾട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുവരെയും പോകാത്തവരും വിസിറ്റ് ചെയ്യാത്തവരും മസ്റ്റായിട്ട് പോയി. ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫേസ് നമ്മൾ കുറേ ക്രീം ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സൺസ്ക്രീൻ പുരട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുന്നതുകൊണ്ടോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ ഡാമേജസ്, എന്തൊക്കെ സെൻസിറ്റിവിറ്റി ആണോ, അതേ പോഴ്സസ് ഉണ്ടോ, അതേപോലെ നമുക്ക് വ്രിങ്കിൾസ് ഉണ്ടോ എന്നൊക്കെ തന്നെ അനലൈസ് ചെയ്ത് അവർ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. എനിക്കും അവൾക്കും കാണിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്ട്രാ ഫുട്ടേജസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളവർ. മസ്റ്റായിട്ട് ഇപ്പം ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പലർക്കും പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. കണ്ണിൽ കാണുന്ന എല്ലാ ക്രീംസും മേടിച്ച് തേക്കും. സോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടും. ദെൻ അതിനുശേഷം ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അല്ലാണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുനിന്ന് കഴിച്ചില്ല. കാരണം അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് രാത്രിയിലത്തെ ഫുട്ടേജൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് ഇന്നത്തെ ഒരു ഫുട്ടേജാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ എണീച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 10-11 മണിയായി എണീറ്റപ്പോൾ തന്നെ. സൺഡേ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. എണീറ്റിട്ട് ഞാനൊരു ക്യാരറ്റ് ജ്യൂസാണ് കുടിക്കുന്നത്. ക്യാരറ്റ് ജ്യൂസും അത്യാവശ്യം നല്ല ഇതാണ്. ഞാൻ വീക്ക്ലി ഒരു 2-3 ഡേയ്സെങ്കിലും ക്യാരറ്റ് ജ്യൂസും മുടങ്ങാതെ കുടിക്കുന്ന ഒരാളാണ്. നമുക്ക് ഹെൽത്തിനും നമുക്ക് ബ്ലഡ് വയ്ക്കാനും അതല്ല നമ്മുടെ സ്കിന്നിന് നമുക്ക് എന്താ പറയുക ഒരു ബ്രൈറ്റൻ കിട്ടാനും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പോകേണ്ട കാര്യങ്ങൾ അത്രത്തോളം എന്താ പറയുക വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമുക്കതുപോലുള്ള ഗുണങ്ങൾ കിട്ടും. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് ഈ പറഞ്ഞ പോലെ മത്തിക്കറി, മത്തി ചാള, അങ്ങനെ പലയിടത്ത് പലതായിരിക്കും പറഞ്ഞത്. മത്തിക്കറി, അതേപോലെ തന്നെ പയർ തോരൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിനുശേഷം ഞങ്ങൾക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തട്ടമൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. റാൻഡമായിട്ട് ഞാൻ കണ്ടുവരുന്നൊരു പ്രക്രിയയാണത്. അത് തട്ടമൊക്കെ ഇട്ടിട്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നുള്ള കാര്യങ്ങൾ, ഇത് ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ കയറും, അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ബേക്കറിയിൽ. അപ്പോൾ അനിയൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയാണ്. പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു രീതി, ഇപ്പോൾ ഞാൻ അവിടെ സംസാരിച്ച സെയിം കാര്യം തന്നെയാണ് ഇൻട്രോയിൽ കൊടുക്കുന്നത്. സോ ആ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ 2 പേരും കൂടി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ട്രിവാൻഡ്രത്തെ ലാക്മിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നാട്ടിൽ ലീവിന് വന്ന സമയത്ത് എന്നെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പത്തനാപുരത്തുള്ളത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്കാണ് വന്നത്, വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അവളെ കളിയാക്കുകയാണ് അവിടെ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡാൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാക്മിയുടെ യൂണിഫോമും ഹസ്കി പൂച്ചയുടെ ഡ്രസ്സും സെയിം പറയുന്നേടി കഷ്ടമുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്സിക്കൻ ചിക്കൻ റാപ്പ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ മെക്സിക്കൻ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഫൈസലിന് പിസ്സായി. കോഫിനെ കുറിച്ച് എന്താ അഭിപ്രായം? സൂപ്പർ കോഫിയാണ്. ഇവിടുത്തെ കോഫി കുടിച്ചാൽ തലവേദന പമ്പാണ്. പിന്നെ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. ഇന്നത് തലവേദന മാറും. കോഫി അത്ര വലിയ ഗുണമില്ല. കുടിച്ചില്ലല്ലോ, ഇതിനെ കണ്ടപ്പോഴേ പറഞ്ഞോ. എങ്ങനുണ്ട്? ഗുണമില്ല. ഇതെന്തോ പിസ്സായാടാ? ഇട നിനക്കിത് ഇഷ്ടമാണോടാ? നീ ഇതിന് എത്ര റേറ്റ് കൊടുക്കുമെന്ന് കഴിച്ചിട്ട് പറയണേ. ആ ശരി, തിന്നാൻ മാത്രം അറിയാം. 99. നമ്മൾ കുറച്ച് സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഏന ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുകയാണ്. കാണാം.